ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അതിഗംഭീരമായൊരു സിനിമയാണ്. സിനിമയുടെ പേര് ക്യാഷ് ബാക്ക് എന്നാണ്. 2006 ഇറങ്ങിയിട്ടുള്ള ഒരു കോമഡി ആൻഡ് റൊമാൻസ് സിനിമയാണ്. ഇതിലെ സിനിമ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കഥ പറച്ചിൽ രീതിയും, അതുപോലെ തന്നെ ഈ സിനിമയിലേക്ക് ആ നായകനും നായികയെയും കൊണ്ട് എത്തിക്കുന്ന ഒരു രീതി, അതുപോലെ തന്നെ ഈ നായകൻ്റെ ഓരോ സിറ്റുവേഷൻസ് നമ്മളിങ്ങനെ കാണിച്ചു തരുമ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം ഇത്രമാത്രം ഒരു പെയിൻറ്റർ, ഈ പെയിൻറ്റിങ്ങിനോടുള്ള ഇദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ പെയിൻറ്റിങ്ങാണ്, പക്ഷേ അതിനിടയിൽ അദ്ദേഹം പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലെങ്ങനെയാണ് ഈ പെയിൻറ്റിങ്ങും അതിലെ ആ പെയിൻറ്റിങ്ങിലൂടെ എങ്ങനെയാണ് അദ്ദേഹം ആ ഒരു സൗന്ദര്യം, ഇല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ശരീരം, ഇല്ലെങ്കിൽ ഒരു ശരീരത്തിൻ്റെ ഒരു സൗന്ദര്യം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ഗേൾസ്, അല്ലെങ്കിൽ ഒരു ഏത് ഇതിൻ്റെയും അദ്ദേഹം സൗന്ദര്യം ആസ്വദിക്കാനുള്ളൊരു തുടർന്നുണ്ടാകുന്ന കുറേ പ്രചോദനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇദ്ദേഹം സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതൊക്കെ അതിഗംഭീരമായിട്ട് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി പോയത്. കാരണം അതിലെങ്ങനെയാണ് ഇദ്ദേഹം ഒരു പെയിൻറ്റർ ആവുന്നതിന് വേണ്ടി അദ്ദേഹം എടുക്കുന്ന ഒരു പെയിൻറ്റർ ആയി, ഇല്ലെങ്കിൽ അത്രമാത്രം ഒബ്സർവർ ആയി എന്ന് കാണിക്കാൻ വേണ്ടി കുറേ എന്താ പറയുക, ബിറ്റായിട്ട് കുറേ സംഭവങ്ങൾ കാണിക്കുക. അതൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ നായികയും നായകനായിട്ട് ശരിക്കും നായികയൊക്കെ വരുന്നത് അവസാനമൊക്കെ ആകുമ്പോഴാണ്, പക്ഷേ നായികയാണെന്ന് പിന്നെ നമ്മൾ തിരിച്ചറിയുന്നത് ഇതാണ് നായിക എന്ന സിനിമയിൽ. പക്ഷേ അതിമനോഹരമായിട്ടാണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിനിപ്പോൾ തന്നെ ഈ ബോസായിട്ട് അഭിനയിച്ചവരും, പിന്നെ അതുപോലെ തന്നെ ഇവരൊരു ഷോപ്പിൽ ഇദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട് പാർട്ട് ടൈമായിട്ട്. കാരണം ഇദ്ദേഹത്തിന് ട്രോമയ്ക്ക് ശേഷം ഇദ്ദേഹം പുറത്തെങ്ങനെ ആ ട്രോമയിൽ നിന്ന് തിരിച്ചു വരാം എന്ന് അതിനുവേണ്ടി അദ്ദേഹം കണ്ടെത്തൊരു വഴിയാണ് ഒരു പാർട്ട് ടൈം ജോബ് പോലെ. അപ്പോൾ ആ പാർട്ട് ടൈം ജോബിൽ അദ്ദേഹത്തിന് അവിടെ സ്റ്റാഫുകളുമായിട്ട് ഭയങ്കര കമ്മ്യൂണിക്കേഷനാണ്. അദ്ദേഹം ഭയങ്കര നല്ല രസത്തിലുള്ള ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ മോൾഡ് ചെയ്തിരിക്കുന്നത് ഭയങ്കര രസത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതിനുശേഷം ആ ഒരു നായികയുമായിട്ട് എങ്ങനെ ഒരു കണക്ഷൻ ആവുന്നു, അതിനുശേഷം എങ്ങനെയാണെന്നൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. പക്ഷേ ഭയങ്കര അടിപൊളി ലവ് സ്റ്റോറി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല കിടുക്കാച്ചി സിനിമ. അങ്ങനെ സത്യം പറഞ്ഞാൽ ഈ സിനിമ കഴിയുമ്പോൾ എനിക്ക് സത്യത്തിൽ ഈ സിനിമ കഴിയേണ്ട എന്നൊരു ചിന്തയിലേക്ക് ഇനി വരാനുള്ളൊരു കാരണമായി. കാരണം അത്രമാത്രം മനോഹരമായിട്ടാണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. ചില സമയത്തൊക്കെ ചെറിയ സെക്ഷൽ സീൻസൊക്കെ കാണിക്കും. പക്ഷേ അതൊന്നും നിങ്ങൾ ഒരു ഹോളിവുഡ് സിനിമയിലുണ്ടാകുന്ന എന്താ പറയുക ചെറിയ തമാശകളായി കാണുകയാണെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇരുന്ന് കാണാൻ പറ്റുന്നതാണ്. കാരണം നിങ്ങൾ ഈ സെക്ഷൻ കാണുന്നതുകൊണ്ട് ഇറിറ്റേഷനോ ഇല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബൻസ് ആവുകയോ ചെയ്യരുത്. കാരണം അങ്ങനെ ഒരു സെക്ഷന് വേണ്ടിയുള്ള സിനിമയൊന്നുമല്ല. ആ നിത്യജീവിതത്തിൽ നടക്കാവുന്ന ചില കാര്യങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട്, പക്ഷേ അവരുടെ സംസ്കാര പ്രകാരം അത് വളരെ ആസ് യൂഷ്വലായിട്ട് നടക്കുന്ന ഒരു നോർമൽ ആക്ടിവിറ്റിയാണ്. അത് ആ ഒരു സീനൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അതൊക്കെ അവർ എൻജോയ് ചെയ്യുന്നുണ്ട് എല്ലാവരും കൂടി. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയങ്ങൾ അതൊരു ആസ് യൂഷ്വൽ ആണെന്ന് അവർ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടിട്ട് വെറിയിടാവരുത്. അത് നല്ല മനോഹരമായിട്ടുള്ള ഓരോ സീൻസൊക്കെ ഈ സിനിമയിൽ കാണിക്കുന്നത് നല്ല അതിഗംഭീരമാണ്. നായകൻ കിടുക്കാഴ്ച നായകൻ തന്നെയാണ്. അവൻ ഭയങ്കര ചെറിയ കുഞ്ഞ് പയ്യനായിട്ട് കാണിക്കുന്നത്. സീൻ ബിഗർ സ്റ്റെഫ് എന്നാണ് പേര്. പിന്നെ നമ്മുടെ നായികയായിട്ട് വരുന്ന എമിലിയ ഫോക്സ് ആണ്. സോ നൈസ്, ഐ ലൈക്ക് ഹെർ വെരി മച്ച്. ഷീസ് എ വെരി ഗുഡ് പ്രിറ്റി ആക്ടർ റൈറ്റ്. അങ്ങനെ പിന്നെ ഇതിൻ്റെ ലൈഫും ഗേൾ ഫ്രണ്ടായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇങ്ങനെ മിഖേൽ റയൻ, അങ്ങനെയൊക്കെ കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട്. നല്ല രസമാണ് ഇവരുടെയൊക്കെ ആ കഥാപാത്രത്തിലേക്ക് ഇവർ എത്തിക്കുന്നു. പിന്നെ ഇതിൻ്റെ നമ്മുടെ ഈ നായകൻ്റെ കൂടെയുള്ള ഒരു ചെറിയൊരു ക്യാരക്ടർ ഒരു പെൺകുട്ടിയുണ്ട്. നമ്മൾ പല റീൽസും കണ്ടിട്ടുണ്ടാവും. ആ പെൺകുട്ടി ഇങ്ങനെ ക്യാഷ് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു സംഭവം കാണിക്കുന്നതൊക്കെ ആ പലവടി ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ യാതൊന്നും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷേ ഭയങ്കര രസമായി. ഈ സിനിമയിൽ ഉടനീളം പറഞ്ഞു പോകുന്നത് നല്ലൊരു ആബ്സെൻസ് ഓഫ് മൈൻഡിലുള്ള പേഴ്സൺസിന് ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും, പക്ഷേ അദ്ദേഹം വളരെ പെർഫെക്റ്റായിട്ട് മൈൻഡ് കീപ്പ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ, അദ്ദേഹത്തിൻ്റെ ആംബിഷൻസ് അതൊക്കെ അവസാനം അദ്ദേഹം അച്ചീവ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമായി എനിക്ക് സിനിമ. നിങ്ങൾ ഈ സിനിമ കണ്ടു നോക്കൂ. നല്ല അതിഗംഭീരമായൊരു സിനിമയാണ് ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാനോ ഇല്ലെങ്കിൽ അതിൻ്റെ മറ്റു OTT പ്ലാറ്റ്ഫോമിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ കണ്ട് ഇത്ര നല്ല സിനിമകളൊക്കെ കണ്ട് ആസ്വദിക്കൂ. ഓക്കെ, അപ്പോൾ ബൈ, സീ യു.